ഇതിൽ അടങ്ങിയിട്ടുള്ളത് പ്രധാനമായിട്ടും ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ ഗുണങ്ങൾ ഇവിടെ പറയുകയാണ്. സന്ധിവാതം അതുപോലെ തന്നെ ഭാരം എന്നിവ കുറക്കാൻ ഇഞ്ചി വളരെ ഉത്തമമാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് കുരുമുളക്. നമുക്കെല്ലാവർക്കും അറിയാം, അത് ചുമക്കും അതുപോലെ തന്നെ കഫത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ വളരെ അത്യുത്തമമാണ്. അതുപോലെ ഇതിലടങ്ങിയിട്ടുള്ളതാണ് ഗ്രാമ്പു. ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മാണുക്കളെ ചെറുത്ത് നിൽക്കാൻ വളരെ അത്യുത്തമമാണ് ഗ്രാമ്പു. അതുപോലെ കറുവപ്പട്ട ശ്വാസകോശ തകരാറുകൾക്ക്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ വളരെ ഭേദ്യമാണ് കറുവപ്പട്ട. അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളതാണ് കുരുമുളകിന് പുറമെ വെളുത്ത കുരുമുളക്. അത് ഈ വെളുത്ത കുരുമുളകിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ദഹനം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ സുഗമമായ ഡൈജസ്റ്റീവിനൊക്കെ വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ ഇതിലുള്ളതാണ് ജാതിക്ക. ജാതിക്ക എന്ന് പറയുമ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് സംബന്ധമായ പല അസുഖങ്ങൾക്കും വളരെ ഉദാത്തമാണ്. പിന്നെ ഇതിലുള്ളതാണ് പച്ച ഏലക്ക. പച്ച ഏലക്ക നമുക്കറിയാം വളരെ സുഗന്ധദ്രവ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സുഗന്ധദ്രവ്യമാണ്. അതുപോലെ തന്നെ അസിഡിറ്റി സംബന്ധമായ പ്രശ്നം ഇല്ലാതാക്കാനൊക്കെ വളരെ ഉത്തമമാണ് പച്ച ഏലക്ക. ഇത്രയും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ പാലിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സാധാരണ ഉണ്ടാക്കുന്ന ചായയായിട്ടും നമുക്ക് ഈ മസാല ചായ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റിയാണ്. ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്, വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.